ഡോറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് യൂസേജസ് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യം വരുന്നതാണ്. വാതിലാരാ നോക്കൂ, വാതിലാരോ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രയോഗങ്ങളുണ്ടല്ലോ. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാ എന്നുള്ളത് നമുക്ക് ഇന്നും നോക്കാം. ഒന്നാമത്തത് ആൻസർ ദ ഡോർ എന്നുള്ള പ്രയോഗമാണ്. ആൻസർ ദ ഡോർ എന്ന് പറഞ്ഞാൽ വാതിലൊന്ന് തുറന്നു കൊടുത്തേക്കൂ, വാതിൽക്കൽ ആരാന്ന് നോക്കൂ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതിനാണ് ആൻസർ ദ ഡോർ എന്നുള്ള ഒരു പ്രയോഗം. വുഡ് യു പ്ലീസ് ആൻസർ ദ ഡോർ എന്ന് പറഞ്ഞാൽ ആരോ വന്നിട്ടുണ്ട്, വാതിലൊന്ന് തുറന്നു കൊടുക്കോ അല്ലെങ്കിൽ വാതിൽ ആരുള്ളത് നോക്കുവോ എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരു പ്രയോഗമാണ് നോക്ക് ദ ഡോർ എന്നുള്ളത്. നോക്ക് ദ ഡോർ എന്ന് പറഞ്ഞാൽ വാതിൽ മുട്ടുക എന്നുള്ളതാണ്. സംബഡി ഈസ് നോക്കിംഗ് ദ ഡോർ എന്ന് പറഞ്ഞാൽ ആരോ വാതിലിൽ മുട്ടുന്നുണ്ട് എന്നാണ് അർത്ഥം. മറ്റൊരു പ്രയോഗമാണ് അറ്റ് ദ ഡോർ എന്ന്. അറ്റ് ദ ഡോർ എന്ന് പറഞ്ഞാൽ വാതിലിന്റെ അവിടെ ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, വാതിൽക്കൽ ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുമല്ലോ. അതിനാണ് അറ്റ് ദ ഡോർ എന്ന് പറയുന്നത്. സംബഡി ഈസ് അറ്റ് ദ ഡോർ എന്ന് പറഞ്ഞാൽ ആരോ വാതിലിന്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. മറ്റൊരു പ്രയോഗമാണ് നെക്സ്റ്റ് ഡോർ ടു എന്നുള്ളൊരു പ്രയോഗം. ഹി ലിവ്സ് നെക്സ്റ്റ് ഡോർ ടു അസ് എന്ന് പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലാണ് താമസം എന്ന് നമ്മൾ പറയുമല്ലോ. അതിനാണ് ഈ നെക്സ്റ്റ് ഡോർ ടു എന്നുള്ളൊരു പ്രയോഗം. ഹി ലിവ്സ് നെക്സ്റ്റ് ഡോർ ടു അസ്. ഇതുപോലെയുള്ള ഒരു പ്രയോഗമാണ് ഹി ലിവ്സ് 2 doors away from my house. അവൻ എന്റെ വീട്ടിന്റെ 2 വീട് അപ്പുറത്താണെന്ന് പറയില്ലേ, അതാണ് ഹി ലിവ്സ് 2 doors away. 2 doors away, 2 വീട് അപ്പുറത്താണ് താമസിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഡോറ് വെച്ചിട്ട് ഇങ്ങനെ കുറെ പ്രയോഗങ്ങൾ നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾ എന്റെ വീടിന്റെ 3 വീട് അപ്പുറത്താണ് താമസിക്കുന്നത് എന്ന് എങ്ങനെ പറയാം? ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ.